അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നവംബർ 5 ചൊവ്വാഴ്ച നടക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എല്ലാം നവംബറിലെ ആദ്യ വാരത്തിലെ ചൊവ്വാഴ്ചയാണ് നടക്കുക. ഈ കൊല്ലം അത് നവംബർ 5 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നിലവിൽ പ്രസിഡൻ്റായിരിക്കുന്ന ഡെമോക്രാറ്റ് നേതാവ് ജോ ബൈഡൻ പിൻവാങ്ങിയതിന് ശേഷമാണ് വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന കമല ഹാരിസ് ഡെമോക്രാറ്റിൻ്റെ സ്ഥാനാർത്ഥിയാവുന്നത്. എതിർപക്ഷത്ത് ഡൊണാൾഡ് ട്രംപാണ്. ജോ ബൈഡന് മുമ്പ് പ്രസിഡൻ്റായിരുന്ന ട്രംപിസം അമേരിക്കയിൽ വ്യാപകമാക്കിയ, ജോ ബൈഡൻ പ്രസിഡൻ്റായിരിക്കുമ്പോഴും ട്രംപിസം നടക്കുന്നു എന്ന് ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുന്നു. ആദ്യത്തെ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് ആദ്യം ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും, ജോ ബൈഡനായിരുന്നു ആദ്യത്തെ സ്ഥാനാർത്ഥി ഡെമോക്രാറ്റ് പാർട്ടിയുടെ, അദ്ദേഹം രണ്ടുപേരും തമ്മിലൊരു സംവാദം നടന്നു. ആ സംവാദത്തിൽ ഡൊണാൾഡ് ട്രംപാണ് മേൽക്കൈ നേടിയത് എന്ന വിലയിരുത്തലുണ്ടായി. തുടർന്ന് നേരത്തെ മുതൽ തന്നെ ബൈഡൻ്റെ കാര്യത്തിൽ ഡെമോക്രാറ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന വിമർശനങ്ങൾ ശക്തമാവുകയും ജോ ബൈഡൻ പിന്മാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് കമല ഹാരിസ് വരുന്നത്. രണ്ടാമത്തെ സംവാദത്തിൽ കമല ഹാരിസിന് മേൽക്കൈ എന്ന റിപ്പോർട്ടുകൾ വരുന്നു. പലതരത്തിലുള്ള അഭിപ്രായ സർവേകൾ വരുന്നുണ്ട്. ചില സർവേകൾ, അപൂർവം സർവേകൾ ഡൊണാൾഡ് ട്രംപിന് മുൻതൂക്കം നൽകുന്നു. മിക്കവാറും സർവേകൾ കമല ഹാരിസ് വന്നതിന് ശേഷം ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിക്ക് വലിയ മുൻതൂക്കമുണ്ട് എന്ന് പ്രവചിക്കുന്നു. ഈ ആദ്യത്തെ സംവാദത്തിന് ശേഷം, കമല ഹാരിസും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ആദ്യത്തെ സംവാദത്തിന് ശേഷം മിക്കവാറും സർവേകൾ കമല ഹാരിസാണ് മുന്നിൽ എന്ന് പറയുന്നത്. എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത്? വിദേശകാര്യ വിദഗ്ധനും അധ്യാപകനുമായ ഡോക്ടർ പി ജെ വിൻസെൻ്റ് നമുക്കൊപ്പമുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അമേരിക്കയിലാണ്. നമുക്ക് ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ നമ്മളെ വ്യക്തിപരമായിട്ട് വലിയ തോതിൽ ബാധിക്കുന്നതോ നമ്മളുടെ സൊസൈറ്റിയെ ബാധിക്കുന്നതോ ആയിട്ടുള്ളൊരു വലിയ കാര്യമല്ല എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാം. പക്ഷെ പരോക്ഷമായി ഇത് നമ്മളെ ബാധിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. നമ്മളെ മാത്രമല്ല, ലോകത്തിലെ പല സമൂഹങ്ങളെയും ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഈ ജോ ബൈഡൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിന് ശേഷം കമല ഹാരിസ് വന്നു. കമല ഹാരിസ് വന്നതിന് ശേഷമുണ്ടായ മാറ്റം എന്താണ് സത്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ? വളരെ അഭിലഷണീയമായ, ആവേശകരമായ ഒരു മാറ്റം കമല ഹാരിസിന് കൊണ്ടുവരാൻ സാധിച്ചു. പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആയി മത്സരിച്ച ആദ്യത്തെ വനിത ഹിലാരി ക്ലിൻ്റനാണ്. അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. വീണ്ടും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിലവിലുള്ള വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് വരികയാണ്. അവർ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണ്. അമേരിക്ക ഒരു ഡിക്ലൈനിങ് സൂപ്പർ പവർ എന്നൊക്കെ നമ്മൾ പൊതുവിൽ പറയുമെങ്കിലും ഇപ്പോഴും ആഗോളാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അമേരിക്ക തന്നെയാണ്. 27 ട്രില്യൺ ഇക്കണോമിയാണ് അവരുടേത്. ഡോളർ ഡിപ്ലോമസിയും ഡോളർ ഡോമിനൻസും നിലനിൽക്കുന്ന കാലത്തോളം അമേരിക്കയെ ഒരു സൂപ്പർ പവർ എന്ന നിലയിൽ നിന്ന് അത്ര എളുപ്പം മാറ്റി നിർത്താൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആഗോളാടിസ്ഥാനത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഒക്കെ നിർണായകമായി സ്വാധീനിക്കുകയും അതിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപിസത്തിന് ഒരു അപഹാരം സംഭവിക്കും എന്നൊക്കെയാണ് ജോ ബൈഡൻ്റെ തെരഞ്ഞെടുപ്പോടുകൂടി നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ലോകത്തെല്ലായിടത്തും, വിശിഷ്യ പടിഞ്ഞാറൻ യൂറോപ്പിൽ ശക്തിപ്പെട്ടു വരുന്ന ഒരു വലതുപക്ഷ തരംഗത്തിൻ്റെ തുടർച്ച അമേരിക്കയിലും ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ട്രംപിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ശക്തമായ എതിരാളികൾ പോലും ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യൻ വംശജനായ വിവേകിനെ പോലുള്ള ആളുകൾ ഏതാണ്ട് വളരെ എളുപ്പത്തിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട്, കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ തോറ്റ ഒരാൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വീണ്ടും സ്ഥാനാർത്ഥിയാവുന്നത് വളരെ എളുപ്പത്തിലാണ്. ഒരു പ്രയാസമുണ്ട്, ഒരു പ്രയാസമില്ല. എന്താ വെച്ചാൽ, കാരണം ട്രംപിന് അത്രയും സ്വാധീനം, റിപ്പബ്ലിക്കൻസ് പൊതുവെ ഒരു വലതുപക്ഷ നിലപാടെടുക്കുന്നു എന്നാണല്ലോ കരുതുന്നത്. രണ്ടും വലതുപക്ഷ പാർട്ടികളാണെങ്കിലും ഡെമോക്രാറ്റുകൾ കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആവും, പൊതുവിൽ ലിബറൽ സമീപനങ്ങൾ സ്വീകരിക്കും എന്നുള്ളതാണ്. അതേസമയം റിപ്പബ്ലിക്കൻസ് പ്രത്യേകിച്ച് വിദേശകാര്യ നയത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. ഞങ്ങളുടെ കൂടെ നിൽക്കാത്തവരെല്ലാം ഞങ്ങളുടെ ശത്രുക്കളാണെന്നൊക്കെ പ്രഖ്യാപിക്കും. അങ്ങനെയൊക്കെ കുറച്ചൊരു ഹാർഡ് ലൈൻ പോളിസി എടുക്കുകയും അമേരിക്കയിൽ തന്നെയുള്ള ഈ വാർ ഹോക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പൊക്കെ പലപ്പോഴും ഈ റിപ്പബ്ലിക്കൻസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്.
അപ്പം കുറച്ചുകൂടെ തീവ്രമായ വലതുപക്ഷ നയങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടി സ്വീകരിക്കും എന്നുള്ളതാണ്. പക്ഷേ അവിടെ തുടർച്ചയായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം, ഒരു 2 ടേം ഒരു പ്രസിഡന്റ് അധികാരത്തിൽ തുടരുകയും അതിനുശേഷം അടുത്ത പാർട്ടിയുടെ പ്രസിഡന്റ് 2 ടേമിലേക്ക് വരികയും ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണയാണ് അതിന് മാറ്റമുണ്ടായത്. അതായത് നിലവിൽ ഭരണത്തിലിരിക്കുന്ന പ്രസിഡന്റ് അവിടെ പരാജയപ്പെട്ടു, അതും ജോ ബൈഡനോട്. ആദ്യത്തെ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് താങ്കൾ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. ജോ ബൈഡൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് പൂർവ്വപര ബന്ധം നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു വരുന്നതിൻ്റെ ഒരു തുടർച്ചയിലല്ല അവസാനിപ്പിക്കുന്നത്. അപ്പം ആ പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ എല്ലാവരും പറഞ്ഞു ജോ ബൈഡനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹത്തിന് ട്രംപിനോട് വിജയിക്കുക അസാധ്യമാണ് എന്നുള്ളതായിരുന്നു. അത് ഫാക്റ്റുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ ജോ ബൈഡനും ട്രംപും തമ്മിലുള്ള ഡിബേറ്റിൽ ട്രംപ് വിജയിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതേ തുടർന്നാണ് അദ്ദേഹത്തിന് കോവിഡ് വരികയും പിന്നീട് പ്രചരണ രംഗത്ത് മാറ്റി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തതോടുകൂടി അതും ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ടു കമല ഹാരിസ്. തുടക്കത്തിൽ ഒബാമ അടക്കമുള്ള ആളുകൾ കാത്തിരുന്ന് കാണാം, നാൻസി പെലോസിയെ പോലെയുള്ള ആളുകളൊക്കെ പിന്തുണ കൊടുത്തില്ല എങ്കിലും പിന്നീട് അവരും കൂടെ പിന്തുണച്ചതോടുകൂടി മറ്റൊരു കാൻഡിഡേറ്റ് ഇല്ലാതെ, മത്സരമില്ലാതെ തന്നെ എന്ന് പറയാൻ ഏകകണ്ഠമായി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കമല ഹാരിസ് തിരഞ്ഞെടുക്കപ്പെട്ടു. കമല ഹാരിസ് വന്നതോടുകൂടി ചിത്രം മാറി എന്നും ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായ അഭിപ്രായ രൂപീകരണം അമേരിക്കൻ സമൂഹത്തിൽ ഉണ്ടായി വരുന്നു എന്നുള്ളതായിരുന്നു പൊതുവിലുള്ള ഒരു ട്രെൻഡ്. അതിനെ സാധൂകരിക്കുന്ന വിധമാണ് ആദ്യത്തെ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് നടന്നത്. ഈ ഡിബേറ്റ് നടന്നത് ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റാണ്, പെൻസിൽവാനിയ. അത് അവിടുത്തെ വോട്ട് നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്സ് പെൻസിൽവാനിയയും ജോർജിയ അടക്കമുള്ള സ്റ്റേറ്റുകളാണ് പ്രസിഡന്റ് ആരാവണം എന്നുള്ളതിന് ഏറ്റവും നിർണായകമായ സംഭാവന കൊടുക്കുക. അപ്പോൾ പെൻസിൽവാനിയയിൽ വിജയിച്ച് കയറുക എന്നുള്ളത് പ്രസിഡന്റ് പദത്തിലെത്താൻ വളരെ അനിവാര്യമായ കാര്യമാണ്. അപ്പോൾ അവിടെ വെച്ചാണ് ഈ ഡിബേറ്റ് നടന്നത്. ആദ്യത്തെ ഡിബേറ്റിൽ കമല ഹാരിസ് വിജയിച്ചു എന്ന് തന്നെയാണ് പൊതുവെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഒരു ശക്തമായ മത്സരം പറഞ്ഞത് ന്യൂയോർക്ക് ടൈംസ് മാത്രമാണ്. ന്യൂയോർക്ക് ടൈംസ് 48% കമല ഹാരിസിന് കൊടുത്തപ്പോൾ 47% ആളുകൾ ട്രംപിനെ പിന്തുണയ്ക്കുന്നതായിട്ടാണ് അവരുടെ സർവേ റിപ്പോർട്ട് വന്നത്. പക്ഷേ ABC സർവേ റിപ്പോർട്ട് പറയുന്നത് 67% കമല ഹാരിസിനെ പിന്തുണയ്ക്കുന്നു, ഒരു 33% ട്രംപിനെ പിന്തുണയ്ക്കുന്നു. അതുപോലെ അതെ, CNN സർവേയിൽ 60% കമല ഹാരിസിന് അനുകൂലമായിട്ടാണ്. പക്ഷെ അന്നേരം ഒരു കാര്യം നമ്മൾ ഓർക്കണം, CNN പൊതുവെ ഡെമോക്രാറ്റിക് ഒരു പത്രമാണ്. റോയിറ്റേഴ്സ് 5% വ്യത്യാസമാണ് പറഞ്ഞത്. 47% കമല ഹാരിസിനെ പിന്തുണയ്ക്കുകയും 42% ട്രംപിനെ പിന്തുണയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഈ സർവേകളൊക്കെ എടുത്തു നോക്കിയാൽ ന്യൂയോർക്ക് ടൈംസ് മാത്രമാണ് ഒരു ടൈറ്റ് മത്സരത്തിൻ്റെ ചിത്രം, വളരെ ക്ലോസ് ഫൈറ്റ് എന്നുള്ള ഒരു ചിത്രം നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ബാക്കിയെല്ലാം ഇത് പറയുമ്പോഴേ ഞാനൊരു കാര്യം ചോദിച്ചത്, ഇപ്പോൾ ഹിലറി ക്ലിൻ്റനാണ് ആദ്യമായിട്ട് US പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വനിത. അന്ന് വലിയ മുൻതൂക്കം ഈ പറയുന്ന ഡിബേറ്റുകളിൽ ഹിലറി ക്ലിൻ്റന് കൽപ്പിക്കപ്പെട്ടിരുന്നു. പബ്ലിക് സർവേകളിലും പൊതു അഭിപ്രായ സർവേകളിലും ഹിലറി ക്ലിൻ്റന് മുൻതൂക്കം ഉണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ ഫലം വരുമ്പോൾ തിരിച്ചാണ് സംഭവിച്ചത്. അപ്പോൾ ആ ഒരു കോൺട്രഡിക്ഷൻ അവിടെ ഉണ്ട്. നമ്മൾ ഈ അഭിപ്രായ സർവേകളെ എത്രത്തോളം പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ? അതെ, അത് അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നവും കൂടിയാണ്. ഇതുവരെ അവർക്ക് 1776 സ്വാതന്ത്ര്യം കിട്ടി സ്റ്റേറ്റ് ആണല്ലോ. ഇന്നേ വരെ ഒരു വനിതാ പ്രസിഡന്റ് അവർക്കുണ്ടായിട്ടില്ല. അപ്പം ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമുക്ക് 3ാമത്തെ പ്രൈം മിനിസ്റ്റർ വനിതയാണ്. നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും കഴിഞ്ഞപ്പോൾ വനിത വന്നു. അമേരിക്കൻ ചരിത്രത്തിൽ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹിലാരി ക്ലിൻ്റന് വലിയ സാധ്യത കൽപ്പിക്കപ്പെട്ട ആളാണ്. അഭിപ്രായ സർവേയിൽ എല്ലാവരും മുന്നിലായിരുന്നു. അവർ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് വിചാരിച്ച, പക്ഷേ ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വനിത എന്നത് ഒരു പക്ഷേ അമേരിക്കക്കാരുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ അവൻ്റെ ആ പഴയ കൗബോയ് കൾച്ചർ ഉണ്ടല്ലോ, അത് ഒരു വനിതയെ പ്രസിഡന്റ് പദത്തിൽ ഇരുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. അതൊരു പക്ഷേ പബ്ലിക്കായിട്ട് അവർ അത് പ്രകടിപ്പിക്കണമെന്നില്ല. ഇന്ത്യക്കാരെ ജാതിയെക്കുറിച്ച് പറയുന്ന പോലെയാണ്. പബ്ലിക്കായിട്ട് നമ്മൾ ഒരിക്കലും ജാതി ചോദിക്കില്ല, പറയില്ല, ചെയ്യില്ല, സമത്വമൊക്കെ പറയും. പക്ഷേ അത് ഉള്ളിൻ്റെ ഉള്ളിൽ ആ സാധനം അങ്ങനെ കിടക്കുന്നുണ്ട്. അത് വോട്ട് ചെയ്യുമ്പോൾ അത് പ്രതിഫലിക്കും. വ്യക്തിപരമായ കാര്യങ്ങൾ അത് ശക്തമായിട്ട് തന്നെ വരും. മറ്റ് നമ്മളുടെ പൊതു സാമൂഹിക ജീവിതത്തിലെല്ലാം ഒരു അന്തർധാരയായിട്ട് ഇതുണ്ടാവും.
ഒരു പക്ഷേ പൂർണ്ണമായും ഇതിനെയൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു ചെറു ന്യൂനപക്ഷം ഒഴികെ ബാക്കി ഒരു വലിയ വിഭാഗത്തിൻ്റെ സാമൂഹ്യ ബന്ധങ്ങളെ, രാഷ്ട്രീയ ബന്ധങ്ങളെ ഇപ്പോഴും നിർണ്ണയിക്കുന്നത് ജാതിയാണ്. അതുപോലെ അമേരിക്കൻ കൾച്ചറിൽ ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒന്നാണ് ഈ കൗബോയ് കൾച്ചർ. അവർക്ക് എന്തുകൊണ്ടാണ് തോക്ക് നിരോധിക്കാൻ പറ്റാത്തത്? എത്ര മരണങ്ങളാണ് ഉണ്ടാകുന്നത്. സ്കൂളിൽ കുട്ടികൾ തോക്ക് കൊണ്ടുപോകുന്നു, വെടിവെക്കുന്നു, 5-10 സഹപാഠികൾ മരിക്കുന്നു, 2-3 ടീച്ചേഴ്സ് മരിക്കുന്നു. ഇങ്ങനെ എത്ര കേസുകളാണ് അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു ഗൺ കൾച്ചർ സ്റ്റോപ്പ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അത് നമ്മുടെ തമിഴ്നാട്ടിലെ ഈ ജല്ലിക്കെട്ട് നിരോധിക്കുന്ന പോലെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു ഹൈലി പാട്രിയാർക്കലായിട്ടുള്ള ആ ഒരു കൗബോയ് കൾച്ചർ അമേരിക്കൻ സംസ്കൃതിയുടെ ഒരു അന്തർധാരയായി പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രവർത്തിച്ചാൽ പബ്ലിക്കായാൽ ഒക്കെ എല്ലാവരും ഹിലാരി ഹിലാരി എന്നൊക്കെ വിളിച്ച് പറയുമെങ്കിലും വോട്ട് ചെയ്യണമെന്നില്ല. അത് ഇത് പറയുമ്പോഴേ നമ്മൾ ഹിലാരി വാസ്തവമാണ്. ഹിലാരി വൈറ്റ് ആയിരുന്നു. അതെ, ആ ഒരു എഡ്ജ് ഹിലാരിക്ക് ഉണ്ടായിരുന്നു. അവിടെ കമലാ ഹാരിസിനെ എടുക്കുമ്പോൾ ഇൻഡോ ആഫ്രിക്കൻ പാരമ്പര്യമാണ് അവർക്കുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നം അമേരിക്കയിൽ വലിയ തോതിൽ നമ്മൾ എത്ര പുരോഗമനാത്മകമാണ്, സിവിലൈസ്ഡ് ആണ്, ഡെമോക്രാറ്റിക് ആണ്, ജനാധിപത്യത്തിൻ്റെ വലിയ സംഭവമാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ പ്രശ്നം അവിടെ പ്രതിഫലിക്കാനിടയില്ലേ? അത് ഒരുപക്ഷെ ട്രംപിനൊരു അപ്രതീക്ഷിതമായ ആനുകൂല്യം നൽകാൻ സാധ്യതയില്ലേ? നൽകാൻ സാധ്യതയുണ്ട്. അതിൽ ഒബാമ വന്നത് തന്നെ അത്ഭുതകരമായിരുന്നു. പക്ഷെ ഒബാമയുടെ ഒരു നേതൃത്വം അത്രയും കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു സാന്നിധ്യമാണ് ബരാക് ഒബാമ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുസ്ലിം ലീനിയേജ്, അദ്ദേഹത്തിൻ്റെ കറുത്തവർഗ്ഗക്കാരൻ എന്നുള്ള ലീനിയേജ് ഇതൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടുവെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന കരിഷ്മ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം ആ ഒബാമയെ ഈ ആദ്യത്തെ ഡിബേറ്റിൽ കമലാ ഹാരിസ് ഒബാമയെ ഓർമ്മപ്പെടുത്തി എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒബാമയുടെ ഒരു സ്റ്റേച്ചറിലേക്ക് വന്നാൽ മാത്രമേ താങ്കൾ സൂചിപ്പിച്ച ഈ ഒരു പ്രതിസന്ധിയെ കമലാ ഹാരിസിന് മറികടക്കാൻ സാധിക്കൂ. അവർക്ക് ഇന്ത്യൻ ലീനിയേജ് ഉണ്ട്, അച്ഛൻ വഴി ജമൈക്കൻ ലീനിയേജാണ്, പിന്നെ അക്കാഡമിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ലേഡിയാണ്. വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ ശരിക്കും ഈ ജോ ബൈഡൻ്റെ പ്രായാധിക്യം പലപ്പോഴും പ്രതിസന്ധിയായിരുന്നു. അതിനെയൊക്കെ ഒരു പരിധിവരെ മാനേജ് ചെയ്തു പോയത് കമലാ ഹാരിസിൻ്റെ ഫലപ്രദമായ ഇടപെടലാണ്. ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളാണ്. പക്ഷേ ഈ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പുറത്ത് വലിയ തരത്തിൽ വോട്ട് സമാഹരിക്കാൻ അവർക്ക് കഴിയണം. അത് സാധിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. ഇനി ഈ പ്രസിഡൻഷ്യൽ ഡിബേറ്റിൻ്റെ ഒരു പ്രധാന വിഷയം എനിക്ക് തോന്നിയത് രണ്ട് കൂട്ടരും ഫാക്ച്വൽ ബേസിസ് അല്ലാത്ത ആരോപണങ്ങളൊക്കെ അടിച്ച് തകർക്കുക. അത് അക്കാര്യത്തിൽ കമലാ ഹാരിസും ഒട്ടും മോശമായിരുന്നില്ല. കുറേ കാലമായി അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഡിബേറ്റാണ് അബോർഷൻ സംബന്ധിച്ച്. അമേരിക്കയിലെ ഈ പ്രത്യേകിച്ച് കാത്തലിക്സാണ് അതിന് മുന്നിലുള്ള കാത്തലിക്സും പിന്നെ ഈ പ്രൊട്ടസ്റ്റൻ്റ് ക്രിയേഷനിസ്റ്റുകൾ പിന്നെ ചെറിയ വിഭാഗം യാഥാസ്ഥികർ, അവർ പക്ഷേ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. പിന്നെ കുറച്ച് സയൻറ്റിസ്റ്റുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പ്രോ ലൈഫ് മൂവ്മെൻ്റ് എന്ന് പറയും. അത് അബോർഷൻ പൂർണ്ണമായും നിരോധിക്കണം എന്ന് വാദിക്കുന്നവരാണ്. അതേസമയം പുരോഗമന പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ അങ്ങനെയല്ല പറയുന്നത്. ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ കുട്ടീനെ വളർത്തണോ പ്രസവിക്കണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള റൈറ്റ് ആ സ്ത്രീക്കുണ്ട് എന്നുള്ളതാണ്. ഗർഭിണിയായി പോയതുകൊണ്ട് നിങ്ങൾ പ്രസവിച്ചു കൊള്ളണം എന്ന് സ്റ്റേറ്റിന് ഒരു നിലപാടെടുക്കാൻ സാധിക്കില്ല. ആ സംവാദം ഇപ്പോഴും വളരെ ശക്തമായി നടക്കുകയാണ്. അതിൽ ഈ യാഥാസ്ഥിക പക്ഷത്തുള്ളവർ ട്രംപൊക്കെ വളരെ ശക്തമായി ഈ അബോർഷനെതിരാണ്. കാരണം അദ്ദേഹം പൊതുവെ ഒരു ക്രിസ്ത്യൻ സയനിസ്റ്റ് പൊസിഷൻ എടുക്കുന്ന ആളാണ്. ഈ പ്രൊട്ടസ്റ്റന്റ് ക്രിയേഷനിസ്റ്റുകളെ പോലെയുള്ള തീവ്ര ക്രൈസ്തവ മതമൗലികവാദം മുന്നോട്ട് വയ്ക്കുന്നവരെ എപ്പോഴും പിന്തുണയ്ക്കുന്നയാളാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം പ്രോ ലൈഫ് മൂവ്മെൻറ്റിൻ്റെ ആളാണ്. ഇപ്പോൾ കമലാ ഹാരിസ് നടത്തിയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്താ വെച്ചാൽ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അബോർഷൻ നിരോധിക്കും എന്നുള്ളത്. അപ്പം അതിനൊരു ഫാക്ച്വൽ ബേസിസ് ഒന്നുമില്ല. ട്രംപ് അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല അവരുടെ മാനിഫെസ്റ്റോയിലും ആ കാര്യം വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം പ്രോ ലൈഫ് മൂവ്മെൻറ്റിൻ്റെ ആളാണ്. അമേരിക്കയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ, അമേരിക്കയിൽ മാത്രമല്ല ഇന്ത്യയിൽ പോലും നമുക്കത് അബോർഷൻ നിരോധിക്കാൻ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഈ ഫാക്ച്വൽ ബേസിസ് അല്ലാത്ത വാദങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിൽ ട്രംപ് പിന്നെ പൊതുവെ മണ്ടത്തരം തോന്നിയ ദിവസവും വായി തോന്നിയത് വിളിച്ച് പറയുന്നതിൽ പ്രഗത്ഭരാണ്. അത് ഇത്തവണയും പറഞ്ഞു. അപ്പോൾ സ്പ്രിംഗ്ഫീൽഡിൽ ദേ ആർ ഈറ്റിംഗ് കാറ്റ്സ്, ദേ ആർ ഈറ്റിംഗ് ഡോഗ്സ്, ദേ ആർ ഈറ്റിംഗ് പെറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് അടിച്ച് തകർത്തു. അപ്പോൾ
അവിടെ ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ പട്ടീനെയും പൂച്ചേനെയും ഒക്കെ പിടിച്ച് കൊല്ലുകയാണ്, ആളുകളുടെ പെറ്റ്സിനെ മുഴുവനും പിടിച്ച് തിന്നുന്നു. അപ്പോൾ അതിന് യാതൊരു ഫാക്ച്വൽ ബേസിസും ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തുന്നത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇതിനെ പിന്തുണച്ചു. മാത്രമല്ല അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് ഹെയ്ത്തിയിൽ നിന്നുള്ള ഇമിഗ്രൻസ് ആണ് ഈ ഇത് ചെയ്യുന്നതെന്നും കൂടി അദ്ദേഹം പറയുകയുണ്ടായി. അതിപ്പം അടുത്ത വൈസ് പ്രസിഡന്റ്സ് ഡിബേറ്റ് വരുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി മാറാൻ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പെറ്റ്സിനെ കൊന്നു തിന്നുന്നു എന്നുള്ളതൊക്കെ ഒരു ഫാക്ച്വൽ ബേസിസും ഇല്ലാത്ത വാദമാണ്. മറ്റൊന്ന് പ്രധാനമായി ഇത് പറയുമ്പോൾ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, നമ്മളിവിടെ കാണുന്ന വർഗീയമായ വിഭജനം ഉണ്ടാക്കാനുള്ളൊരു ശ്രമം അധികാരത്തിൽ എത്താൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ ഗെയിൻസിന് വേണ്ടി മാത്രമല്ല, നമ്മളിവിടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം മാറ്റാൻ വേണ്ടി കൂടിയാണ് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഏതാണ്ട് സമാനമായ വിധത്തിലുള്ള ഈ വിഭജനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നമ്മളതിനെ കണ്ടുകൂടെ? അതെ, തീർച്ചയായിട്ടും. കാരണം മനുഷ്യൻ്റെ മനോഭാവങ്ങൾ അത് ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ഒന്ന് തന്നെയാണ്. അവൻ്റെ സൈക്കോളജിക്കൽ മേക്കപ്പിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളിവിടെ ജാതി പറയുമ്പോൾ അവന് കളറാടുന്നേ ഉള്ളൂ. ഈ വിഭജനങ്ങളും ഈ മൗലികവാദപരമായ സമീപനങ്ങളും സ്വത്വവാദവും ഒക്കെ എല്ലാവരിലുമുണ്ട്. ഇതിനെയൊക്കെ മറികടന്ന് നമ്മൾ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ജനാധിപത്യത്തിൻ്റെ ഉന്നതമായ തലങ്ങളിലേക്ക് നടന്നു കയറുകയാണ്. അതങ്ങനെ പോകുമ്പോഴും ഇതൊന്നും പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. അതിപ്പോഴും അവിടെയുണ്ട്. ചില സന്ദർഭങ്ങളിൽ അത് എല്ലാത്തിനെയും മറികടന്ന് മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൽ താങ്കൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, മോഹൻലാലിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞൊരു പടമാണ് പെരിച്ചാഴി എന്ന് പറയുന്നൊരു സിനിമ വന്നത് താങ്കൾ ഓർക്കുന്നുണ്ട്? സിനിമയുടെ പേര് മാത്രമേ എനിക്ക് അതെ, പെരിച്ചാഴി. ഈ കേരളത്തിൽ നിന്ന് മൂപ്പര് അമേരിക്കയിൽ പോയി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇന്ത്യയിലും നമ്മൾ പ്രയോഗിക്കുന്ന ഇലക്ഷൻ തന്ത്രങ്ങളും തരികട ഏർപ്പാടുകളും ഒക്കെ പ്രയോഗിച്ച് അമേരിക്കൻ പ്രസിഡന്റിനെ ജയിപ്പിക്കുന്ന പടമാണ്. ഭയങ്കര തമാശയാണ്. പക്ഷെ അതിനകത്തൊരു കാര്യം എന്താ വെച്ചാൽ അത് സംഭവിക്കാമെന്നേ. അത് കാരണം അമേരിക്കയിലുള്ള ആളുകൾ ചിന്തിക്കുന്നതിൽ ഇതിൽ അങ്ങനെയല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ അത് ഈ ട്രംപിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാതലായ ഭാഗം തന്നെ അമേരിക്കൻ സ്വത്വത്തെ ഇവർക്ക് ഈ കൗബോയ് കൾച്ചറിന് മുന്നോട്ട് വയ്ക്കുക, അതുപോലെ കുടിയേറ്റ വിരുദ്ധത, പ്രത്യേകിച്ച് ഹിസ്പാനിക്കുകൾ, ആഫ്രോ അമേരിക്കൻസ്, പിന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ വന്നിട്ടുള്ള ആളുകൾ, ഇന്ത്യക്കാർ, അതുപോലെ പിന്നെ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള അഫ്ഗാനിസ്ഥാൻ തുടങ്ങി സിറിയ വരെയുള്ള മേഖലയിൽ നിന്ന് ഈ വലിയ സംഘർഷവും യുദ്ധവും സിവിൽ വാർ നടക്കുകയാണല്ലോ, അവിടുന്ന് രക്ഷപ്പെട്ട് വരുന്ന ആളുകൾ. അപ്പോൾ ഇങ്ങനെ ശക്തമായ കുടിയേറ്റ വിരുദ്ധത അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അതാണ് ട്രംപിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കുടിയേറ്റ വിരുദ്ധത, മുസ്ലിം വിരുദ്ധത, അതുപോലെ ക്രിസ്ത്യൻ മതമൗലികവാദം, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ക്രിസ്ത്യൻ സയനിസ്റ്റ് വിചാരധാരകൾ, ഇതെല്ലാം ചേർന്ന ചൈനീസ് വിരുദ്ധത, ഇങ്ങനെയൊക്കെയുള്ള ഒരു അതുപോലെ അമേരിക്ക വീണ്ടും മഹത്താക്കാൻ, ടു മേക്ക് അമേരിക്ക അഗെയിൻ ഗ്രേറ്റ് കൺട്രി, ഇത്തവണയും ട്രംപ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അമേരിക്കയുടെ ഒരു സൂപ്പർ പവർ എന്ന പദവിയും അതിൻ്റെ ആധിപത്യവും പടിപടിയായി കുറഞ്ഞു വരുന്നുവെന്നും അമേരിക്ക അത് തിരിച്ചു പിടിക്കണമെന്നും അത് തിരിച്ചു പിടിക്കാൻ എനിക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ് ട്രംപ് വാദിക്കുന്നത്. നമ്മളിവിടെ കേൾക്കുന്ന തീവ്രദേശീയതയുടെ അമേരിക്കൻ വേർഷൻ. അതിന് സാമ്പത്തിക തലത്തിലും അല്ലാതെയും ചില കാരണങ്ങളാണ്. അതാണ് ഈ ബ്ലൂ കോളർ ജോലിക്കാരുടെ വിഷയം. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ അതുപോലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ വെനിസ്വേലയിൽ ക്രൈം റേറ്റ് വളരെ കുറവാണ്. കാരണം ഉള്ള ക്രിമിനൽസ് മുഴുവൻ അമേരിക്കയിലേക്ക് വന്നിരിക്കുന്നു. അതിപ്പോൾ മഡുറോയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിലൊക്കെ വെനിസ്വേലയ്ക്കെതിരായിട്ടുള്ള നിലപാട് കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമാണത്. നേരത്തെ ക്യൂബയോട് ഉണ്ടായിരുന്ന അതിനേക്കാൾ ശക്തമായ ശത്രുത ഇപ്പോൾ പക്ഷേ വെനിസ്വേലയോട് അമേരിക്ക പുലർത്തുന്നത്. പണ്ട് ക്യൂബ അമേരിക്കൻ ബന്ധങ്ങൾ ഇപ്പോൾ പഴയതുപോലെ സംഘർഷാത്മകമല്ല. അപ്പം അത് ഹ്യൂഗോ ഷാവേസിന്റെ ഭരണത്തിന് ശേഷം മദുറോ വരികയും മദുറോനെ തുടർച്ചയായിട്ട് അട്ടിമറിക്കാനുള്ള നിരവധിയായ ശ്രമങ്ങൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ വെനിസ്വേലയിൽ നിന്ന് ക്രിമിനൽസ് വരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിനൊന്നും ഒരു ഫാക്ച്വൽ ബേസിസും ഇല്ല. അല്ല, ഇത് പറയുമ്പോഴേ ഇപ്പോൾ നമ്മൾ ഈ പോപ്പുലർ സെൻറ്റിമെൻറ്റ്സ് വെച്ചുകൊണ്ട് എലക്ഷൻ അളക്കുന്നതിനപ്പുറത്ത് ഈ ട്രംപ് അധികാരത്തിലിരുന്ന ഒരു കാലം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സെൻട്രിസിറ്റിയുടെ കാലമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം.
അല്ലെങ്കിൽ എന്ത് നയമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്, ഏത് തരത്തിലാണ് അദ്ദേഹം പോളിസി ഫ്രെയിം ചെയ്യുന്നത്, ഇതൊന്നും സാമാന്യ യുക്തിക്ക് പലപ്പോഴും യോജിക്കുന്നതായിരുന്നില്ല. എന്നിട്ട് പോലും അദ്ദേഹം പിന്നെ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു. പുറത്തു പോയതിന് ശേഷം ക്യാപിറ്റൽ ഹിൽസ് ആക്രമണങ്ങളുണ്ടാകുന്നു. ഇങ്ങനെ പല സംഭവങ്ങൾ, പല ഡ്രമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കും. അതിനുശേഷം വീണ്ടും ട്രംപ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ, അതായത് ഈ പറഞ്ഞ കറുത്ത വർഗ്ഗക്കാർക്കെതിരെ അല്ലെങ്കിൽ മറ്റ് കുടിയേറ്റക്കാർക്കെതിരെ ഒക്കെയുള്ള വികാരങ്ങൾ, അമേരിക്കൻ ദേശീയത, അമേരിക്കയെ വീണ്ടും സൂപ്പർ പവറാക്കാൻ താൻ തന്നെ വരണം എന്നുള്ള പ്രചാരണം, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു കീ ഫാക്ടറായി മാറാനുള്ളൊരു സാധ്യത അവിടെ ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ആ ഒരു പശ്ചാത്തലം വളരെ പ്രസക്തമാണ്. കാരണം 2008 കൂടിയാണ് ഈ അപകടം ആരംഭിക്കുന്നത്. ഇപ്പോൾ 1991 ഏക സൂപ്പർ പവറായി അമേരിക്ക മാറിയല്ലോ, ഏക ധ്രുവ ലോകം, അമേരിക്കൻ സെൻട്രിക് വേൾഡ് ഒരു യാഥാർത്ഥ്യമായി. പക്ഷേ അവർക്ക് 2008 വരെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചുള്ളൂ. യഥാർത്ഥത്തിൽ ഏകധ്രുവ ലോകത്തിൽ ആഗോളാടിസ്ഥാനത്തിൽ അമേരിക്കയുടെ ശക്തിയെ ദുർബലപ്പെടുത്തിയത് അമേരിക്കയിലെ ആന്തരവൈരുദ്ധ്യങ്ങളാണ്, ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ പ്രവർത്തനമല്ല. അത് ആരംഭിക്കുന്നത് 2008 ലേമാൻ ബ്രദേഴ്സ് പൊളിഞ്ഞതോടുകൂടി ഗ്ലോബൽ റിസഷനിലേക്ക് പോയി. ആ ലോങ് റിസഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്താണ്. ഇപ്പോഴും അവരതിനകത്ത് നിന്ന് പൂർണ്ണമായിട്ട് പുറത്ത് വന്നിട്ടില്ല. അതിപ്പോഴും ഇൻഫ്ലേഷൻ റേറ്റ് ഇപ്പോഴും വളരെ അധികമാണ്. ഇപ്പം ട്രംപ് പറഞ്ഞു, അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലേഷനാണ്, മറ്റേ പണപ്പെരുപ്പമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ അത് വസ്തുതാപരമായി ശരിയല്ല. 6.4% ആയിരുന്ന പണപ്പെരുപ്പം 4.2% ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും പണപ്പെരുപ്പത്തിൻ്റെ തോത് അത് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലിമിറ്റിലല്ല. രണ്ടാമത്തെ പ്രശ്നം തൊഴിലില്ലായ്മയുണ്ട്. അത് തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ വൈറ്റ് കോളർ ജോലി ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഈ ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഏഷ്യനും ആഫ്രോ ഏഷ്യൻസും ഹിസ്പാനിക്കും എല്ലാം അടങ്ങുന്ന ആളുകൾ, അവരെയാണ് ഈ വൈറ്റ് കോളർ, ഈ ബ്ലൂ കോളർ ജോലികൾ മുഴുവനും അവർ ചെയ്യുന്നു എന്ന സാഹചര്യമുണ്ട്. അപ്പം അതേസമയം ഉന്നത ജോലിയിലേക്ക് പോകാൻ അമേരിക്കക്കാരിൽ ഒരു മിഡിൽ ക്ലാസ്സിനടക്കം പറ്റില്ല. കാരണം അവിടുത്തെ സർവകലാശാല വിദ്യാഭ്യാസമൊക്കെ വലിയ ചിലവേറിയതാണ്. അപ്പം അതുകൊണ്ട് ബ്ലൂ കോളർ ജോലിയെ ആശ്രയിക്കുന്ന വലിയൊരു ശതമാനം ആളുകളാണ്. അവിടേക്കാണ് ഈ കോമ്പറ്റീഷൻ ശക്തമായി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിലില്ലായ്മയുണ്ട്. അപ്പോൾ തൊഴിലില്ലായ്മ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് എന്ന് ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ തൊഴിലില്ലായ്മ ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ 9.1% അതിൻ്റെ പീക്കിലുണ്ടായിരുന്നു തൊഴിലില്ലായ്മ ശതമാനം. അതിപ്പോൾ 3.99% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊഴിലില്ലായ്മ ലെവൽ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ചയുടെ സാഹചര്യം അമേരിക്കയ്ക്കില്ല. അമേരിക്ക ടെക്നോളജിയുടെ മേഖലയിലും കച്ചവടത്തിൻ്റെ, വ്യാപാരത്തിൻ്റെ മേഖലയിലുമൊക്കെ ചൈനയിൽ നിന്ന് വളരെ ശക്തമായ കോമ്പറ്റീഷൻ നേരിടുകയാണ്. മാത്രമല്ല ഗ്ലോബൽ ഡോമിനൻസ്, അതിൻ്റെ കാര്യത്തിലും ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നത് പോലെ സമാനമായ രൂപത്തിലുള്ള ഒരു ശീതയുദ്ധം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശീതയുദ്ധത്തെക്കാൾ കടുപ്പിച്ച യുദ്ധം, ഒരു കോമ്പറ്റീഷൻ ചൈനയും അമേരിക്കയും തമ്മിൽ രൂപപ്പെട്ട് വന്നു കഴിഞ്ഞു. അത് ട്രംപിൻ്റെ കാര്യത്തിൽ അത് വളരെ പ്രസക്തമാണ്. ചൈന അനുകൂല നയമാണ് ട്രംപ് സ്വീകരിക്കുന്നത് എന്ന് കമല ഹാരിസ് വിമർശന ബുദ്ധിയ പറയുകയുണ്ടായി. പക്ഷെ അങ്ങനെയല്ല, അതും ഒരു യാഥാർത്ഥ്യത്തിന് നിരക്കുന്ന കാര്യമല്ല. കാരണം ചൈനയുമായിട്ട് ഏറ്റവും ശക്തമായ സംഘർഷത്തിലേക്ക് പോയത് ട്രംപിൻ്റെ കാലത്താണ്. അപ്പം അതിന് തിരിച്ചടിയായിട്ട് ട്രംപ് പറഞ്ഞത് ഇസ്രായേൽ ഉണ്ടാവില്ല എന്നാണ്. കമല ഹാരിസ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രായേൽ ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ അതും ശരിയല്ല. കാരണം ഈ ബൈഡൻ ആണല്ലോ ഇസ്രായേലിന് ഈ സഹായം എല്ലാം ചെയ്യുന്നത്. അതിപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി ആണെങ്കിലും ഡെമോക്രാറ്റ് ആണെങ്കിലും ആര് അധികാരത്തിൽ വന്നാലും ഇസ്രായേലിനോട്ടുള്ള അവരുടെ പോളിസിയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല ഇപ്പോഴും ആ വെടിനിർത്തൽ കരാറ് കൊണ്ടുവരാൻ കഴിയാത്തതിൻ്റെ പിന്നിൽ ഇസ്രായേലിൻ്റെയും അതുപോലെ അമേരിക്കയിലുള്ള ജൂത പ്രഷർ ഗ്രൂപ്പിനെയും മറികടക്കാൻ ജോ ബൈഡന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പൊതുവെ കുറച്ചുകൂടെ ഒരു ലിബറൽ പൊസിഷൻ അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് എടുക്കുന്നവരാണ് ഡെമോക്രാറ്റുകൾ. എന്നിട്ട് അവർക്കത് കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഇസ്രായേൽ അമേരിക്ക ബന്ധങ്ങളും ചൈന അമേരിക്ക ബന്ധങ്ങളിലും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്യൂസ് ചെയ്യുന്ന
ഒരു സമീപനം ഈ ഡിബേറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് പുട്ടിനുമായിട്ടുള്ള ബന്ധത്തിൽ പറഞ്ഞത്. അത് ട്രംപ് അധികാരത്തിൽ വന്നാൽ പുട്ടിന് എഴുതി കൊടുക്കും അമേരിക്ക എന്നുള്ള നിലയ്ക്കൊക്കെ കമലാ ഹാരിസ് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ അതൊരു റെസ്പോൺസിബിൾ സ്റ്റേറ്റ്മെന്റ് അല്ല. മാത്രമല്ല പുട്ടിൻ്റെ ഒരു പ്രസ്താവന വന്നത് പുട്ടിൻ ട്രംപിനേക്കാൾ അധികം കമലാ ഹാരിസ് വരുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം പ്രതികരിച്ചു എന്നുള്ളതാണ്. അപ്പം അതും യഥാർത്ഥത്തിൽ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ വരുന്നത്. കാരണം യഥാർത്ഥത്തിൽ പുടിൻ ആഗ്രഹിക്കുന്നത് അമേരിക്കയിൽ ട്രംപ് വരണം എന്നാണ്. കാരണം ഈ ഒരു പക്ഷേ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയ്ക്ക് ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക മുടക്കുന്ന പോലെ പണം അമേരിക്ക വേറെ എവിടെയും മുടക്കിയിട്ടില്ല. നമുക്ക് ഉക്രൈൻ യുദ്ധത്തിൽ ചെറിയ നേട്ടമൊക്കെ ഉക്രൈൻ ഉണ്ടാക്കുന്നുണ്ട്. അവർ റഷ്യക്കകത്തേക്ക് തന്നെ ഇൻവേഷൻ നടത്തി എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ നോക്കണം, ലോകത്തിലെ നാറ്റോ സൈനിക സഖ്യം പൂർണ്ണമായിട്ടും ഉക്രൈൻ്റെ പിന്നിലാണ്. അമേരിക്ക നേരിട്ട് കോടാനുകോടി ഡോളർ അവിടെ കൊടുക്കുന്നു, യുദ്ധവിമാനങ്ങൾ കൊടുക്കുന്നു, മിസൈൽ കൊടുക്കുന്നു. പക്ഷേ അതിനെയും ഒരു 3-4 രാജ്യമായ റഷ്യക്ക് അതിജീവിക്കാൻ പറ്റുന്നുണ്ട്. അത് ചെറിയ കാര്യമല്ല, അതിജീവിക്കാൻ കഴിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോൾ ഏകദേശം റഷ്യൻ ആർമി ഈ ഡോൺബാസ് മേഖല പൂർണ്ണമായിട്ടും അധികം താമസിയാണ്ട് പിടിച്ചെടുക്കും. ആ ദിശയിൽ അവർ അഡ്വാൻസ് ചെയ്യുകയാണ്. അപ്പം അതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ കഴിഞ്ഞ 2022 ഫെബ്രുവരി 14 ഉക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചത്. അതിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. അത് ജോ ബൈഡൻ്റെ മാത്രമല്ല, ഒരു സൂപ്പർ പവർ എന്ന നിലയിൽ അമേരിക്കയുടെ പരാജയമാണ്. കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു, ഇസ്രായേലിൻ്റെ ഓൾ ഔട്ട് ഇൻവേഷൻ ഉണ്ടാകുന്നു, ജിനോസൈഡ് ഇപ്പോഴും തുടരുകയാണ്. അത് ഒരു വെടിനിർത്തൽ കൊണ്ടുവരാൻ പോലും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. ഈ 2 കാര്യങ്ങളും ജോ ബൈഡൻ്റെ ഏറ്റവും വലിയ പരാജയങ്ങളായി ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ അതിനകത്തു നിന്നും ഡെമോക്രാറ്റുകൾക്ക് അല്പം തെന്നി മാറാനുള്ള ഒരു സൗകര്യം കമലാ ഹാരിസ് വന്നതോടുകൂടി കിട്ടി. പക്ഷെ അത് പറയുമ്പോൾ ഇപ്പോൾ കമലാ ഹാരിസിൻ്റെ കാര്യത്തിൽ പോലും ഈ നോ കമ്മിറ്റ്മെൻറ്റ് മൂവ്മെൻറ്റ് അവർ പറയുന്നത് ഞങ്ങൾ കമലാ ഹാരിസിന് വോട്ട് ചെയ്യില്ല എക്സെപ്റ്റ് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ കൃത്യമായ നിലപാടെടുക്കാത്ത പശ്ചാത്തലത്തിൽ എന്ന് അവർ പറയുന്നുണ്ട്. അത് കമലാ ഹാരിസിന് ഒരു വലിയ പ്രതിസന്ധിയായിട്ട് വരില്ലേ? കാരണം അവിടെയും ഈ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി, ഫലസ്തീന് വേണ്ടി, ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ടായ പ്രക്ഷോഭം നമ്മൾ കണ്ടതാണല്ലോ. അവരൊക്കെ ഈ വോട്ടർമാരാണല്ലോ, അവരിൽ വലിയ ഭൂരിപക്ഷം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ട്രംപ് അഭിമുഖീകരിക്കും എന്നുള്ളത് ഡെഫിനറ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രാറ്റുകളെക്കാൾ കൂടുതൽ ശക്തമായിട്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ഇസ്രായേലിൻ്റെ ഏത് വംശഹത്യാശ്രമത്തെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയും അവരുടെ നയവും. പക്ഷേ ഇത് കമലാ ഹാരിസിനും ബാധകമാണല്ലോ. തീർച്ചയായിട്ടും അതെ. അതിൽ ജൂത ഗ്രൂപ്പിൻ്റെ പരമ്പരാഗതമായ പിന്തുണയുണ്ട്. അതിൽ എപ്പോഴും ഒരു ഭാഗം റിപ്പബ്ലിക്കിൻ്റെ കൂടെയും മറ്റു ഭാഗം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരു സവിശേഷമായ നിലപാട് പലപ്പോഴും അവിടുത്തെ ജൂയിഷ് ഗ്രൂപ്പുകൾ, അവർ 2% വോട്ട് ബാങ്കിൽ വരിക. അതേസമയം പലപ്പോഴും ഈ കറുത്ത വർഗ്ഗക്കാർ, ഹിസ്പാനിക്കുകൾ അടങ്ങുന്ന അവിടുത്തെ ഇപ്പോൾ ഇന്ത്യക്കാർ, ഏഷ്യൻ വംശജർ, ഈ ഗ്രൂപ്പുകൾ പൊതുവെ ഡെമോക്രാറ്റിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതോടൊപ്പമാണ് അവിടുത്തെ ഈ ഗ്രീൻ മൂവ്മെൻറ്റ്, പിന്നെ ബേണി സാൻഡേഴ്സിനെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകൾ, സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ, ഇങ്ങനെയുള്ള അവിടുത്തെ ഒരു ക്രീം ഇൻ്റലക്ച്വൽ ഗ്രൂപ്പ് പൊതുവെ ഈ അമേരിക്കയുടെ യുദ്ധോദ്യുക്തതയ്ക്കെതിരാണ്. അതോടൊപ്പം ഈ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഫലസ്തീനികൾക്ക് രാജ്യം ഉറപ്പാക്കണമെന്ന കാര്യത്തിൽ ഇവർക്കൊരു സംശയമില്ല. അവർ ശക്തമായി വാദിക്കുന്നവരാണ്. ബെനി സാൻഡേഴ്സിൻ്റെ പ്രസംഗം നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്തതാണ്, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ആ ഗ്രൂപ്പ് വളരെ ശക്തമാണ്. അവർ എതിരായി കഴിഞ്ഞാൽ കമലാ ഹാരിസിനായിരിക്കും ദോഷം. കാരണം ട്രംപിനെ അത് ബാധിക്കില്ല. കാരണം പരമ്പരാഗതമായി ഈ വോട്ടുകൾ ട്രംപിനോ റിപ്പബ്ലിക്കൻ പാർട്ടിക്കോ കിട്ടുന്നതല്ല. പക്ഷേ ഇവർ ഡെമോക്രാറ്റുകളെ പിന്തുണയ്ക്കുന്നതാണ്. അപ്പോൾ കമലാ ഹാരിസ് കൃത്യമായൊരു നിലപാട് ഈ ഇപ്പോഴും തുടരുന്ന വംശഹത്യയിൽ എടുക്കേണ്ട വരും. അതെടുത്തില്ലെങ്കിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ ലിബറൽ ഗ്രൂപ്പിൻ്റെ വോട്ട് അവർക്ക് നഷ്ടപ്പെടും. ട്രംപിന് അക്കാര്യത്തിൽ വലിയ നഷ്ടം ഉണ്ടാവില്ല. കാരണം ഈ വിഭാഗത്തിൽ നിന്ന് ട്രംപിന് കാര്യമായ വോട്ട് ഷെയർ ഇല്ല. ഞാൻ അവസാനമായിട്ട് ഈ ഒരു എന്തായാലും വലിയ വ്യത്യാസമൊന്നും ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിൽ അമേരിക്കൻ സ്റ്റാൻഡിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അത് ഏത് കക്ഷിയാണെങ്കിലും. യുക്രൈൻ വിഷയത്തിലും വലിയ മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ ഇതിനെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന മനുഷ്യരെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി, അതിൽ ട്രംപിന് ഒരു റോളുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ട്രംപിന് അവരെ കൺവിൻസ് ചെയ്യാനേ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രംപിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഈ പറയുന്ന തീവ്രദേശീയതയിലും
വംശീയതയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത്, അമേരിക്കയിലെ ഈ ട്രെൻഡ് ഒരു ഗ്ലോബൽ ട്രെൻഡാണ് എന്നുള്ളത് നമുക്ക് അറിവുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ നാറ്റോ സഖ്യത്തിനോടുള്ള ട്രംപിൻ്റെ നിലപാട് വ്യത്യസ്തമായിരുന്നു. അതായത് അവരാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ, അവർ അമേരിക്കൻ പ്രൊട്ടക്ടറേറ്റാണ്. UAE, ഖത്തർ, ഈ രാജ്യങ്ങളൊക്കെ ഖത്തറൊക്കെ അമേരിക്ക വിരുദ്ധ നിലപാടെടുക്കുന്നുണ്ടെങ്കിലും വെസ്റ്റ് ഏഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ നാവൽ ബേസ് ഉള്ളത് ഖത്തറിലാണ്. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം അതിൻ്റെ സെക്യൂരിറ്റി, ഡിഫൻസ് യഥാർത്ഥത്തിൽ അമേരിക്കയാണ്. അമേരിക്കയുടെ ഡിഫൻസ് ഇല്ലെങ്കിൽ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഇറാൻ അവരെ കീഴടക്കും. അതാണ് വേറെ കാര്യം. സൗദി അറേബ്യ അടക്കമുള്ളത് അമേരിക്കൻ പ്രൊട്ടക്ടറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളാണ്. അതുപോലെ ഇപ്പോൾ ജപ്പാന് സൈന്യമില്ല. ജപ്പാൻ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം ചൈന ഇപ്പോൾ തായ്വാനെ മാത്രമൊന്നുമല്ല അറ്റാക്ക് ചെയ്യുക. തായ്വാൻ കഴിഞ്ഞാൽ അവർ ജപ്പാനിലേക്ക് കയറാൻ അവർക്ക് മടിയൊന്നുമില്ല. കാരണം ചൈനക്കാർ എന്ത് ചെയ്യുന്നുള്ളത് ചൈനക്കാർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു ലോജിക്കാണ്. അതുകൊണ്ട് ജപ്പാന് വലിയ പ്രശ്നമാണ്. ഈ ജപ്പാനെ അവരുടെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ 1945 ഹിരോഷിമ നാഗസാക്കിക്ക് ശേഷം അവർ ഒപ്പുവെച്ചു. കീടങ്ങൾ ട്രീറ്റ് പ്രകാരം ഒരു സൈന്യം ഉണ്ടാവില്ല എന്ന് നിശ്ചയിച്ചാണ്. അന്ന് മുതൽ അമേരിക്കയാണ് അവരുടെ പിന്തുണ നൽകുന്നത്. അതുപോലെ വെസ്റ്റേൺ യൂറോപ്പിന് സൈനിക കവർ നൽകുന്നതും അമേരിക്കയാണ്. നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ യുദ്ധോപകരണങ്ങളും ടെക്നോളജിയും സൈനികരും ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു മേജർ ഷെയർ അമേരിക്കയിലാണ്. അതിനെയാണ് ട്രംപ് ചോദ്യം ചെയ്തത്. ട്രംപ് പറഞ്ഞത് ഇവർക്കെല്ലാം സംരക്ഷിതവും സുരക്ഷിതവും കൊടുക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കില്ല. ഇത് അമേരിക്കയുടെ നികുതി പണം വെച്ചിട്ടാണല്ലോ ഇതൊക്കെ കൊടുക്കുന്നത്. ചൈന ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അവർക്ക് സംരക്ഷണം വേണോ? ദേ ഹാവ് ടു പേ. അതായിരുന്നു ട്രംപിൻ്റെ ഒരു പോളിസി. അപ്പം ആ പോളിസിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യഥാർത്ഥത്തിൽ ബൈഡനിലേക്ക് വരുമ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ കാലത്ത് നാറ്റോ വികസിക്കുക ചെയ്തത്. നാറ്റോ വികസിച്ചു. സ്വീഡൻ അംഗമായി, നോർവേ അതിൽ അംഗമായി. ഉക്രൈനെ ഉടനെ എടുക്കും എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ് 2022 ഫെബ്രുവരി 14 റഷ്യ കയറി അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഡെമോക്രാറ്റുകൾ ആ യൂറോപ്പിൽ സാമ്രാജ്യത്വ അമേരിക്കയുടെ ആധിപത്യം നിലനിർത്താനും പശ്ചിമ യൂറോപ്പും അറ്റ്ലാന്റിക് ആൻഡ് അതർ സൈഡ് ഓഫ് അറ്റ്ലാന്റിക്, അതാണല്ലോ ലോകത്തിൻ്റെ കേന്ദ്രമായിട്ട് അവർ പറയുന്നത്. അറ്റ്ലാന്റിക്കിൻ്റെ 2 സൈഡുകൾ, പടിഞ്ഞാറൻ യൂറോപ്പും നോർത്തേൺ അമേരിക്കയും ചേർന്ന ഈ പ്രദേശം ലോകാധിപത്യത്തിൻ്റെ കേന്ദ്രമായി നിലനിൽക്കണമെങ്കിൽ നാറ്റോ സൈനിക സഖ്യം വേണം. ആ കാര്യത്തിൽ ഉറച്ച നിലപാടായിരുന്നു ഡെമോക്രാറ്റുകൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് നാറ്റോ സഖ്യം വിപുലപ്പെടുകയാണ് ചെയ്തത് ഈ ജോ ബൈഡൻ്റെ ഭരണകാലത്ത്. പക്ഷേ ട്രംപിൻ്റെ നിലപാട് വ്യത്യസ്തമാണ്. ട്രംപ് നിങ്ങൾ പൈസ തരണം എന്നുള്ള നിലപാടിലേക്ക് പോയാൽ നാറ്റോ പൊളിയും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ അവിടെയുണ്ട്. അതായത് ഈ തീവ്രദേശീയത ട്രംപ് പറയുമ്പോഴും അമേരിക്കയെ ഗ്രേറ്റ് ആക്കണം എന്ന് പറയുമ്പോൾ പോലും ഈ എന്താ പറയുക, ലോകത്ത് മൊത്തത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യത്വ ശക്തി എന്നുള്ള നിലയിലുള്ള ഒരു പ്രോമിനൻസ് ഒരു പക്ഷേ ട്രംപ് അധികാരത്തിൽ വന്നാൽ ഇല്ലാതായേക്കും എന്നുള്ളൊരു ഭീതി അമേരിക്കക്കാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് ചുരുക്കം. അതുകൊണ്ട് കാരണം ഇദ്ദേഹം ലോകത്തെല്ലായിടത്തും അമേരിക്കയ്ക്ക് ബേസുകളുണ്ട്, അവർക്ക് സൈനിക താവളങ്ങളുണ്ട്. അപ്പം ഓരോ ഏരിയ എടുത്താൽ, ഇപ്പം കിഴക്കൻ ഏഷ്യ എടുത്താൽ, സൗത്ത് ഏഷ്യ എടുത്താൽ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ എടുത്താൽ, ആഫ്രിക്ക എടുത്താൽ, ഇവിടെയൊക്കെ അവർക്ക് എല്ലായിടത്തും ഗ്ലോബൽ പവർ എന്ന് പറഞ്ഞാൽ അമേരിക്ക എല്ലാ അർത്ഥത്തിലും ഗ്ലോബൽ പവറാണ്, സൈനിക ശക്തിയാണ്. അത്തരത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ യഥാർത്ഥത്തിൽ ചൈന നടത്തുന്നില്ല. ചൈന തെക്കൻ ചൈന സീയും കിഴക്കൻ ഏഷ്യയും മേഖലയിലും ചൈനയുടെ സ്വാഭാവികമായ മേഖലയിലാണ് അവർ കേന്ദ്രീകരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവർ കയറി വന്നത് ഇന്ത്യൻ ഓഷ്യനിലേക്കാണ്. അവിടെ അമേരിക്കയുമായിട്ടല്ല കോൺഫ്ലിക്റ്റ് വരുന്നത്, ഇന്ത്യയുമായിട്ടാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്. അത് മാനേജ് ചെയ്യാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. അത് നേരിട്ട് തന്നെ ഇന്ത്യ ചൈന സംഘർഷത്തിലേക്ക് പോകും. കാരണം പരമ്പരാഗതമായി ഇന്ത്യയുടെ സ്വാധീന മേഖലയാണ്. അവിടെയാണ് ജിബൂട്ടിയിലും ഹമ്പൻഡോട്ടയും ഗൊദാറും ഒക്കെ കൊണ്ടുവന്ന് ഒരു സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറഞ്ഞ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി ഈ ഇന്ത്യൻ ഓഷ്യനിലേക്ക് ചൈന അതിൻ്റെ നാവിക സാന്നിധ്യം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചേക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നമുക്കും ഒരു പ്രതിസന്ധി. ഇവിടെ അമേരിക്കയ്ക്ക് അമേരിക്ക ഡിഗോ ഗാർഷ്യ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ മേഖലയിൽ അവർക്ക് സൈനിക താവളങ്ങളോ ഒന്നുമില്ല. ഇന്ത്യയാണ് ഇപ്പോൾ റെഡ് സീയിലുള്ള കടൽ കൊള്ളക്കാരൊക്കെ നിയന്ത്രിക്കുന്ന ഇന്ത്യൻ സൈന്യമാണ്, ഇന്ത്യൻ നേവിയാണ്. അവിടെ ചൈന ഇടപെടൽ നടത്തുന്നു. അങ്ങനെയാണ് ഇന്ത്യ ചൈന സംഘർഷത്തിൻ്റെ ഒരു മേഖലയായി വരുന്നത്. അപ്പോൾ ഈ മറ്റിതര മേഖലയിലൊക്കെ
അതുകൊണ്ടാണ് കിഴക്കനേഷ്യയിലും ഇന്ത്യ സമുദ്ര മേഖലയിലും ഇനി അങ്ങോട്ട് അമേരിക്കയുടെ ഈ ആധിപത്യം നിലനിർത്തണമെങ്കിൽ അവർക്ക് ഇന്ത്യയുടെ സഹായം വേണം. അങ്ങനെയാണ് ക്വാഡ് പോലെയുള്ള സഖ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ മേഖലയിൽ. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി അമേരിക്ക ഇപ്പോഴും ഗ്ലോബലായിട്ട് അവർക്ക് സൈനിക സാന്നിധ്യമുണ്ട്. നാവികത്താവളങ്ങൾ, വ്യോമസേനാ താവളങ്ങൾ, മറ്റ് സൈനികമായ ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ ലോകത്തെല്ലായിടത്തുമായി ഇതിനൊക്കെ വലിയ പണം അമേരിക്ക ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ ഒരു വാദം തന്നെ അമേരിക്കൻ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിവിടെയൊക്കെ പോയി പണം മുടക്കേണ്ട കാര്യം എന്താ? നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം നോക്കിയാൽ പോരെ. ചൈന ഇത് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതാണ് ഈ തീവ്രദേശീയവാദത്തിൻ്റെ ഒരു കാര്യം. അതാണ്, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ. നിങ്ങളെന്തിനാണ് പാകിസ്ഥാന് $500 കോടി വെച്ച് എല്ലാ വർഷവും കൊടുക്കണേ? ഇല്ലത് കാര്യമില്ലല്ലോ. പാകിസ്ഥാൻ അവിടെ നന്നായാലെന്ത്, ജയിച്ചാലെന്ത്, തകർന്നു പോയാലെന്ത്, എന്തിനു അവർക്ക് ഫ്രീ ആയിട്ട് ഈ പൈസ കൊടുക്കണം എന്നുള്ളതാണ്. ഇസ്രായേലിന് കൊടുക്കുന്നതിൽ വേറെ കാര്യമുണ്ട്, അത് വേറെ തരത്തിലുള്ള ബന്ധമാണ് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഒരു വാദം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, ഒരു തീവ്രദേശീയതയിൽ ഊന്നിയിട്ടുള്ള വാദം. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യമുള്ളത്, അത്തരം സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് അമേരിക്ക പോയി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അതുകൊണ്ട് നഷ്ടമൊന്നും വരാനില്ല. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുക. യുണൈറ്റഡ് നേഷൻസ് ഒന്നുമില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അമേരിക്കയിലാണ്. അതിൻ്റെ സാമ്പത്തിക പ്രക്രിയയ്ക്ക് അതിൻ്റെ ഏറ്റവും അധികം പണം കൊടുക്കുന്ന അമേരിക്കയാണ്. അമേരിക്ക പണം കൊടുത്താൽ യുണൈറ്റഡ് നേഷൻസ് ഇല്ല. അതാണ് അതിലൊരു വസ്തുത. അപ്പം വേറൊരർത്ഥത്തിൽ ലോകം ഒരു മൾട്ടി പോളാർ വേൾഡായി മാറിയിരിക്കുകയാണ്. ഓൾറെഡി വളരെ ശക്തമായ ധ്രുവങ്ങൾ ലോകത്തിലുണ്ടായി. ചൈന ശക്തമായൊരു ധ്രുവമാണ്, ഇന്ത്യ ധ്രുവമാണ്. അത് ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ സൗത്ത് ആഫ്രിക്ക വളരെ ശക്തമായൊരു സാമ്പത്തിക ശക്തിയായി മാറി. ലാറ്റിൻ അമേരിക്കയിൽ ബ്രസീൽ ഉയർന്നു വന്നിരിക്കുന്നു, നമ്മുടെ ബ്രിക്സ കൂട്ടായ്മ ഉയർന്നു വന്നിരിക്കുന്നു. അപ്പോൾ ഈ ബഹുധ്രുവ ലോകത്തിൽ കുറച്ചുകൂടെ നല്ലത് അവനവൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുകയും ആഭ്യന്തര രംഗത്തും നല്ല വളർച്ച ഉണ്ടാകാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും അന്താരാഷ്ട്ര രംഗത്തുള്ള എക്സ്പെൻഡിച്ചർ കുറച്ചു കൊണ്ടുവരികയും ചെയ്യുകയാണ് എന്നുള്ള വാദം ഈ 2008 ഗ്രേറ്റ് റിസഷൻ, ലോങ് റിസഷന് ശേഷം തന്നെ അമേരിക്കയിൽ ശക്തമാണ്. അതിനെ ഈ തീവ്രദേശീയതയോടു കൂടി കൂട്ടിച്ചേർത്ത് ശക്തമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു മെച്ചം. അത് അദ്ദേഹത്തിന് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തു. ഈ ട്രംപിസത്തിൻ്റെ ഒരു കാതൽ ഈ തീവ്ര ദേശീയ സ്വത്വത്തിലേക്കുള്ള മടക്കമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വിജയം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. പക്ഷേ നമ്മൾ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു കാര്യത്തിന് ജനങ്ങൾ ഒരു തവണ വോട്ട് ചെയ്യൂ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴും ട്രംപിസം എന്നുള്ളത് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ശക്തമാണ്. ഒരു തീവ്ര വലതുപക്ഷ വളർച്ചയ്ക്ക് നമുക്ക് ട്രംപിസം എന്ന് പേരിട്ട് വിളിച്ചാൽ അതിപ്പോഴും അമേരിക്ക ശക്തമായി നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ആദ്യം അദ്ദേഹം പറഞ്ഞപ്പോൾ അതിനൊരു പുതുമയുണ്ടായിരുന്നു. അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അമേരിക്കൻ വോട്ടേഴ്സ് അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് കണ്ടറിയണം. ഞാൻ അവസാനം ഒറ്റ കാര്യം കൂടി ചോദിച്ചിട്ട്, ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കമലാ ഹാരിസ് വന്നതിന് ശേഷം ഡെമോക്രാറ്റുകൾ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കി. മുന്നേറ്റം എന്ന് പറയുന്നത് പ്രചരണ രംഗത്ത് മാത്രമല്ല, പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരണത്തിൽ പോലും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ വിജയം നിർണ്ണയിക്കുന്നതിൽ എൻ്റെ ഫണ്ടിങ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ജോ ബൈഡന് കിട്ടാത്ത ഫണ്ടാണ് കമലാ ഹാരിസ് വരുമ്പോൾ ഒഴുകിയെത്തുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ നവംബർ 5 അമേരിക്കൻ ജനത വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ പ്രിഫറൻസിൽ മുൻഗണന ഒരുപക്ഷെ കമലാ ഹാരിസിനായിരിക്കുമെന്ന് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഈ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് അമേരിക്കയിൽ ഈ വോട്ടിംഗ് പാറ്റേണിൻ്റെ ദിശാസൂചകമാണ്. അവർ വലിയ പ്രകടനങ്ങൾ നടത്തുകയോ റാലികളിൽ പോവുകയോ റോഡ് ഷോ നടത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കൾച്ചറല്ല അമേരിക്കയുടെ ഡെമോക്രാറ്റിക് കൾച്ചർ. അവിടെ അവർ ഈ ഇൻഡിവിജ്വൽ പെർഫോമൻസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവിടെ ഈ പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ പ്രസിഡൻറ്റ് നയം മുന്നോട്ട് വയ്ക്കുകയാണ്. ആ നയത്തെ വളരെ കൃത്യമായ വിശകലനത്തിന് അവിടുത്തെ മീഡിയയും ബഹുജനങ്ങളും വിധേയമാക്കും. അപ്പം പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ ദയനീയമായി പരാജയപ്പെടുക എന്നുള്ളത്, പരാജയപ്പെട്ടാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കില്ല. അങ്ങനെ അതുകൊണ്ടാണല്ലോ ജോ ബൈഡന് മാറേണ്ട വന്നത്. അപ്പം ആദ്യത്തെ പ്രസിഡൻഷ്യൽ ഡിബേറ്റാണ് ഇപ്പോൾ നടന്നത്. അതിൽ കമലാ ഹാരിസ് ഔട്ട് പെർഫോം ചെയ്തു. അവർ ട്രംപിന് വളരെ നിർണായകമായ വിജയം അവരുടെ മേലെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കമലാ ഹാരിസ് ബഹുദൂരം
മുന്നോട്ട് പോവുകയും ചെയ്തു. അതിൻ്റെ പ്രതിഫലനമാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഫണ്ട് വരുന്നു. കാരണം കമലാ ഹാരിസ് ജയിക്കും എന്നുള്ള പ്രതീക്ഷ വന്നതുകൊണ്ടാണ് ആ ഫണ്ട് വരുന്നത്. തോക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കാരും ഫണ്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ കാണുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ മീഡിയ അനാലിസിസും അവരുടെ പെർഫോമൻസും അവർ മുന്നോട്ട് വെച്ച പോളിസിയും ഒക്കെ വിശകലനം ചെയ്ത ഘട്ടത്തിൽ കമലാ ഹാരിസിന് ഒരു എഡ്ജുണ്ട് എന്ന് ബോധ്യം വന്നിരിക്കുന്നു അമേരിക്കൻ ജനതയ്ക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ഒരു ക്ലോസ് ഫൈറ്റ് പറഞ്ഞത് ന്യൂയോർക്ക് ടൈംസ് മാത്രമല്ല, അതിൽ പോലും 1% ലീഡ് കമലാ ഹാരിസിന് 48-47 ആണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിലവിൽ ജോ ബൈഡൻ ആയിരുന്നുവെങ്കിൽ ട്രംപിന് ഒരു ഈസി വാക്ക് ഓവർ എന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ കമലാ ഹാരിസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി മത്സരം കടുത്തിരിക്കുന്നു. അതിനർത്ഥം ട്രംപിനെ എഴുതിത്തള്ളാറായി എന്നല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല. ട്രംപ് ഇപ്പോഴും ഒരു ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ ബൈഡൻ ട്രംപ് മത്സരത്തിൽ ട്രംപിന് സ്വാഭാവികമായി നേടാൻ സാധിച്ച മേൽക്കൈ ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല. കമലാ ഹാരിസുമായിട്ടുള്ള ആദ്യത്തെ പ്രസിഡൻഷ്യൽ ഡിബേറ്റിലും അദ്ദേഹം പെർഫോം ചെയ്തുവെങ്കിലും അദ്ദേഹത്തെ നന്നായി കമലാ ഹാരിസ് പെർഫോം ചെയ്തിരിക്കും. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളുടെ ഉണ്ട്. രണ്ടാമതൊരു ഡിബേറ്റിന് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് വേറൊരു വസ്തുതയാണ്. കാരണം അത് രണ്ടാമത്തെ ഡിബേറ്റ് വെച്ചാൽ എനിക്ക് തോന്നുന്നു കമലാ ഹാരിസിൻ്റെ പെർഫോമൻസ് വളരെ രസമാണ്. അവരുടെ ഡയലോഗ് ഡെലിവറി അതുപോലെ വളരെ സോഫ്റ്റായിട്ടും വളരെ കൃത്യമായും പറയുന്ന ഒരു രീതി, അതൊക്കെ വളരെ അക്കാഡമിക്കാണ്. മാത്രമല്ല നമുക്കൊരു സന്തോഷം തോന്നും അവരുടെ ആ പ്രസൻസ്. അതേസമയം ട്രംപ് പിന്നെ പഴയ പോലെ തന്നെ വാദവെടിയാണ്, അവർ ഇങ്ങനെ അങ്ങ് അടിച്ച് തകർക്കുകയാണ് ചെയ്യുക. അപ്പോൾ ട്രംപിൻ്റെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കൊരു കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ്, പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ട് എന്നുള്ള ഒരു തോന്നൽ, പിന്നെ ശരിയും ശാസ്ത്രീയവുമായിട്ടുള്ള നയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്ന ഒരു ഫീലിംഗ്, ഇതൊക്കെ ഈ കമലാ ഹാരിസിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിൽ ഇനിയിപ്പോൾ ആര് പ്രസിഡന്റ് ആയാലും കാര്യമായ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പോളിസികളിൽ കാര്യമായ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ചെറിയ ഈ കോസ്മെറ്റിക് ചേഞ്ചസ് എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായെങ്കിലേ, അതല്ലാതെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള പോളിസി ചേഞ്ച് ഒന്നും അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. എങ്കിൽ കൂടി ട്രംപിനേക്കാൾ നല്ലത് കമലാ ഹാരിസാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെ ഇപ്പോൾ വൈസ് പ്രസിഡന്റിൻ്റെ ഡിബേറ്റ് വരുന്നു, മറ്റ് ഈ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇനിയും ഡിബേറ്റുകൾ വരും. അപ്പോൾ ഇത്തരം ഘടകങ്ങളെല്ലാം കൂടെ പരിശോധിക്കുമ്പോൾ നല്ല ഒരു മത്സരമാണ്. പക്ഷേ ഫസ്റ്റ് ഡിബേറ്റിൽ കമലാ ഹാരിസ് നേട്ടമുണ്ടാക്കി എന്ന് തന്നെയാണ്. അതിനർത്ഥം ഈ ഒരു പേസ് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ കമലാ ഹാരിസ് അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റായി സ്ഥാനമേൽക്കുമെന്ന് നമുക്ക് കരുതാം. അതാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഇപ്പോഴത്തെ നില. എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ഇവിടെ സംസാരിക്കേണ്ടി വരുന്നത് എന്ന് ഈ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെട്ട് കാണും. വളരെ വിദൂരത്തിൽ നടക്കുന്ന, നമ്മളെ ഒന്നും വളരെ പ്രത്യക്ഷത്തിൽ ബാധിക്കാത്ത തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി പരോക്ഷമായി അത് നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുന്നയാൾ, അമേരിക്കൻ ഭരണകൂടം, അവരെടുക്കുന്ന നയങ്ങൾ, അത് സാമ്പത്തിക നയങ്ങൾ, വ്യാപാര നയങ്ങൾ, മറ്റ് ആയുധ നയങ്ങൾ, ഇതൊക്കെ നമ്മളെ പരോക്ഷമായി ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൂടി കണക്കിലെടുത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.